ഹലോ, എല്ലാവർക്കും അമാൻ അമ്പി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു പുതിയ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടമുള്ള ഏരിയ ആയിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഴയൊക്കെ കുറഞ്ഞല്ലോ, അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഉള്ളത് കാണിച്ചു തരാം. അതിൽ കുറച്ച് അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാലോ. വാ. അപ്പോൾ അതൊരു ചെറിയൊരു വെള്ളച്ചാട്ടം, നല്ല വെള്ളച്ചാട്ടം ഉള്ളതായിരുന്നു. അപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ ഇവിടെ ഒന്ന്, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം ഉണ്ടാകും, മേൽവശം നല്ലതായിട്ട് വെള്ളം വരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു കോടമഞ്ഞും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ ഒരു വലിയൊരു വ്യൂ കിട്ടുന്നില്ല. എന്നാലും ഇവിടെ താഴെയൊരു നല്ലൊരു കുളമുണ്ട്, എല്ലാം കാണിച്ചു തരാം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെയൊക്കെ കണ്ട കല്ലൊക്കെ ഇങ്ങനെ വെട്ടിയ ഒരുപാട് പാറയൊക്കെ പൊട്ടിച്ച സ്ഥലമാണ്. വലിയൊരു പാറ പൊട്ടിച്ച ഏരിയയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കണ്ട ഇവിടുന്ന് തന്നെ ആ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ ഉള്ള സ്ഥലമാണ്. ഇവിടെ മുന്നേ കുറച്ച് ആൾക്കാരുണ്ട് വന്നിട്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഒരു ഭയങ്കര വ്യൂ ഉള്ള ഏരിയ. കാരണം നോക്കിയാൽ താഴോട്ട് വെച്ച് നോക്കിയാൽ ചെറിയൊരു ഏരിയ ആയി തോന്നി, പക്ഷേ ഇത് വലിയ റോഡാണ്, വലിപ്പമുള്ളൊരു ഏരിയ ആണ്. അതൊക്കെ എന്തിന് ആൾക്കാരെ കണ്ട അടങ്ങ് ഉറുമ്പ് പോലെ. സ്ഥലം കോഴിക്കോട് വെള്ളം നല്ല തണുപ്പുണ്ടല്ലേ. ഇവരൊക്കെ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു? അബിത. കൃഷ്ണ. പിന്നെ നിങ്ങൾ ശരണ്യ. ഇവരൊക്കെ ഇവിടെയുള്ള ഇങ്ങനെ അടുത്തുള്ള ആൾക്കാരാണ്, ഇവിടെ അടുത്ത് തന്നെ താമസം. അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് ഇവരൊക്കെ അതിനെ ഒന്ന് കണ്ട് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഇവരാ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് വ്യൂസ്, ഒരുപാട് കാര്യങ്ങൾ കാഴ്ചയുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് കാണാനൊന്നും ഇതാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. പ്രകൃതി ഒരുപാട് ഭംഗികൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നത്? എവിടെ? ബഹ്റൈൻ. ഓക്കെ. അതെ. അപ്പോൾ ചേച്ചി ബേബി കോഴിക്കോടാ? അപ്പോൾ നമുക്കൊന്ന് താഴോട്ട് ഇറങ്ങി നോക്കാം അല്ലേ. അപ്പോൾ നമുക്കിനി ബാക്കി താഴെയുള്ള കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. പിന്നെ വെള്ളത്തിന് ഇങ്ങനെ തണുപ്പുണ്ടല്ലേ. ഇപ്പോൾ നല്ല പാറയിൽ നിന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് നല്ല ഒറിജിനൽ അതെ ശരിക്കും കുടിക്കാൻ വരെ പറ്റുമല്ലേ. അപ്പോൾ അത് ശാസനല്ല. അവരെ നേരത്തെ അവിടെ വെച്ചല്ലേ. നമുക്ക് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു എന്താ സീന്. ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഈ പാറയ്ക്ക് ഇങ്ങനെ നമുക്കിനി ആ താഴെയുള്ള വെള്ളച്ചാട്ടത്തിലേക്കൊന്ന് പോകാലോ. കാഴ്ച നമ്മൾ മേലേന്ന് കണ്ടപ്പോൾ അത് ചെറുതായിട്ട് തോന്നി, പക്ഷേ ഇതാ നല്ലൊരു ദൂരമുണ്ട് കേട്ടോ. അതുപോലെ നല്ല സുഖമുണ്ട്. താഴോട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റും ഉണ്ട്. പിന്നെ അതുപോലെ എന്തോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു പേടി തോന്നുന്നു അല്ലേ. ഇവിടുന്ന് മേൽവശത്തേക്ക് നോക്കുമ്പോൾ അയ്യോ. ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും. എന്താ വലിയ പാറ അവിടെ മറ്റേ മത്സ്യമുണ്ടോ എന്നാലും സൗണ്ടിലേക്ക് ഇതുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നോക്കിയാൽ എന്തൊരു ഹൈറ്റാന്ന് നോക്കിയാ നേരിട്ട് കാണും. ഇവിടെ ശരിക്കും വന്ന് കാണുക തന്നെ വേണം അല്ലേ. ഈ പാറ കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ പാറകളുണ്ട്. അതിൻ്റെ എല്ലാം ഇടയ്ക്ക് പോവാണ്.
താഴെത്തിയിട്ടുണ്ട്. നമുക്ക് രണ്ടാം സാധനം നമുക്ക് ആ വെള്ളത്തിൻ്റെ അടുത്തേക്കൊന്ന് പോവാം. കുളിക്കട്ടെ. നല്ല കാറ്റ്, കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പും. ഇതാണ് അടിപൊളി അടിപൊളി സംഭവം കേട്ടോ. മേലത്തേക്ക് നോക്കിയാ എന്താ ഇത് ശരിക്കും നല്ല സമയത്ത് പറഞ്ഞാൽ വെള്ളം ഭയങ്കര വെള്ളമാണ്. വെള്ളം ശരിക്കും ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, അത്രയ്ക്കും വെള്ളം വരും എന്ന് പറയുന്നത് മേൽവശത്ത്. അപ്പോൾ അവിടുന്ന് മേലെ തട്ടിയിട്ടുള്ള വെള്ളം വരുമ്പോൾ പറഞ്ഞാൽ അത്രയും ദൂരത്ത് നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ഇത് കമ്പനി അതൊക്കെ കാണിക്കടാ. അതിന് മേൽവശം മൊത്തം കാണിക്കും. അത് സൂം ചെയ്ത് അടുത്ത് താഴോട്ട് കൊണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തിലെ നല്ലൊരു പ്രത്യേകത ഉള്ള ഏരിയ. ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരെല്ലാം കൂടുതലുള്ള ആൾക്കാരെല്ലാം വന്ന് കുളിക്കലും ചെയ്യുന്ന പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോവാം. രണ്ടാമത്തെ ഇതാക്കറേനാ അറിയാ. വാ ഫോണില്ല. നമുക്കിനി താഴെ ഒരു കുളമുണ്ട്, ആ കുളം നിന്ന് കാണാമല്ലോ. ആ കുളത്തിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ഇങ്ങനെ റൗണ്ടായിട്ട് നല്ലൊരു റൗണ്ട് ഏരിയ ആയിട്ട്. ഇവിടുന്ന് ഇപ്പൊ ചെറുതായിട്ട് തോന്നുന്നില്ല, അവിടെ എത്തുമ്പോൾ നല്ലൊരു പാറയൊക്കെ കാണാം. നേരിട്ട് വരണം. അപ്പോൾ നമുക്കിതാ നമ്മൾ ഒന്നിച്ചുള്ള ആൾക്കാരെല്ലാം ബാക്കിയുള്ളവരൊക്കെ മേലേൽ മടുത്ത് ഒരുപാട് നടന്നിട്ടേ അതെല്ലാം മടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഏതായാലും കുറച്ചും കൂടി താഴോട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു വ്യൂ കൂടി കാണിക്കണം എന്നൊരാഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അയ്യോ ഇവിടുന്ന് നമുക്കിവിടെ ബ്ലോക്കാണ്. ഇതുണ്ടോ, ഇവിടെ വേലി കെട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ ആരെങ്കിലും ഇതുപോലെ ശ്രദ്ധിക്കാതെ പോയിട്ട് വെള്ളത്തിലേക്കെല്ലാം ചാടിയിട്ടുണ്ടെങ്കിൽ ആരും കാണാത്തൊരു ഏരിയ അല്ലേ. അപ്പോൾ അത് കണക്കിലെടുത്തിട്ടായിരിക്കാം ഇതുപോലെ മൊത്തം ചുറ്റിനും ഇതുപോലെ വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടം വെച്ച് ഇങ്ങനെ കാണിക്കാം, നമുക്ക് അടുത്ത് പോകാൻ പറ്റൂല. അപ്പോൾ അവിടെ കണ്ട ഈ നമ്മൾ ഇവിടുന്ന് താഴോട്ടേക്ക് പോകുന്ന വേറൊരു വെള്ളം അവിടത്തേക്ക് വന്ന് ഒഴുകി വീഴുന്നതാണ് കാണുന്നത്. പിന്നെ അപ്പോൾ ഇതന്നെ നമുക്കിതാ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം കണ്ടോ, നമ്മൾ വന്ന ഏരിയ ആണേ, ഇങ്ങനെ ഇതൊക്കെ പൊട്ടിച്ച ഒരു ഏരിയ ആണ്, അതിലേക്കൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ ഉദ്ദേശം ഇവിടെ ഒന്ന് ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കൂല, അവിടെ പിന്നെ ഇതുപോലെ വേലി കെട്ടിയതുകൊണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. ദൂരെ കണ്ട ആ കുന്നിന്റെ മുകളിൽ നിന്ന് കോട ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് നല്ല കോടമഞ്ഞ് ഇറങ്ങി, അത് ഇറങ്ങി കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും പിന്നെ കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് പെട്ടെന്ന് പോവാന്ന് വിചാരിക്കുക. എന്താണേലും പിന്നെ അതുപോലെ തന്നെ അതാ ആ ഭാഗത്തൊക്കെ കണ്ട നല്ലൊരു കോട ഇറങ്ങി വരുന്നുണ്ട്. അതിപ്പോ ഏതെങ്കിലും സ്ഥലം പറഞ്ഞത്? അത് മാക്കൂട്ടം, പിന്നെ ചുരത്തിന്റെ ഭാഗമാണ്. ആ ഭാഗം അല്ലേ? അതിന്റെ ഇപ്പുറത്ത് ഭാഗം ഇത് മാക്കൂട്ട ഏരിയ അല്ലേ? പിന്നെ അതുപോലെ എല്ലാ ഭാഗത്തും ഈ കോടമഞ്ഞിന്റെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും അത്ര ക്ലാരിറ്റി കിട്ടൂല. അപ്പോൾ പരമാവധി ഇപ്പോൾ
ഉള്ളതെല്ലാം ഒന്ന് എടുക്കാം. ഭയങ്കര ഒരു അപാര വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു. വെച്ചാല് മൊത്തം കോട ഇറങ്ങി, കോട മഞ്ഞ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പൊ കർണാടകയും കേരളവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഏരിയ ആയി കാണുന്നത്. അതുപോലെ ഈ ചെറിയ ചെറിയ മുട്ട് പോലെ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളാണ്. വീടുകൾ, അതുപോലെ ചർച്ച്, മറ്റുള്ള പള്ളികള്, സ്കൂളുകള്, ഇതൊക്കെ ഒരുപാട് ഏരിയ ഈ ഭാഗത്ത് തന്നെ ഒരുപാട് ഇതുണ്ട്. അതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. അപ്പോൾ ഇനിയും ഇതിന്റെയും പിന്നെ കൂടുതൽ ഹൈറ്റിലുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ശരിക്ക് നല്ലൊരു സമയത്ത് നല്ല വ്യൂ ആയിരുന്നു എടുക്കുകയാണെങ്കിൽ. എങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, മൊത്തത്തിൽ കോടമഞ്ഞിറങ്ങി. അപ്പോൾ വേറെ ഒന്നും കാണാനില്ല. ഇപ്പൊ ആകാശം അന്നേരം അങ്ങോട്ട് അടുത്ത് അതെ അതെ അങ്ങോട്ടെല്ലാം എന്തെല്ലോ കാണാനുണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പൊ നോക്കിയാൽ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുക. മൊത്തം മാറ്റം വരുത്തി, ഫുള്ള് ഒന്നും കാണാൻ പറ്റാത്ത ഒരു കോലത്തിലേക്ക് ഫുൾ ആംബിയൻസ്. എന്തുണ്ട് മോനെ, ഏതെങ്കിലും ഒരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്? അതാ അതാ ഇവിടെ ആരും അങ്ങനെ തിരക്കിട്ട് വരാനും കാത്തിരിക്കേണ്ട. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഒരുപാട് പരിമിതി ഉണ്ട് വരുന്നതിന്. അതുകൊണ്ടാണ് ഇത്രയും വേലിയും കാര്യം ഇതൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇവർ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. പുറത്തുനിന്ന് അങ്ങനെ ആരെയും ഇങ്ങോട്ടേക്ക് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ തന്നെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരെ കൂടെ ആയതുകൊണ്ടാണ് നമുക്ക് വരാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യൂ ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഭാഗം വന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.